5th November 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ്, മധുര വൃന്ദാവൻ എയിംസ് ടു ബിക്കം എ കാർബൺ ന്യൂട്രൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ബൈ 2021. മധുര വൃന്ദാവൻ എന്ന് പറയുന്നത് ഇന്ത്യസ് ലാർജസ്റ്റ് പിൽഗ്രിമേജ് സെൻറ്റേഴ്സാണ്. അതായത് ഈ തീർത്ഥാടന സെൻറ്ററാണ്. അത് കാർബൺ ന്യൂട്രൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഏത് വർഷമാണ്? 2041. ഉത്തർപ്രദേശ് ഗവൺമെൻറ്റാണ് അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. മധുര വൃന്ദാവൻ വൺ ഓഫ് ദി ഇന്ത്യസ് ലാർജസ്റ്റ് പിൽഗ്രിമേജ് സെൻറ്റേഴ്സ് എയിംസ് ടു ബിക്കം എ നെറ്റ് സീറോ കാർബൺ എമിഷൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ബൈ 2041. 2041 നെറ്റ് സീറോ കാർബൺ എമിഷൻ ആക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഉത്തർപ്രദേശ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഹാവ് ടോൾഡ് ദ ഹിന്ദു. ദിസ് മീൻസ് ദാറ്റ് ദ ടൂറിസ്റ്റ് വെഹിക്കിൾസ് വിൽ ബി ബാൻഡ് ഫ്രം എൻറ്റയർ ബ്രജ് റീജിയൻ. അപ്പോൾ വെഹിക്കിൾ എക്സോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, കാർബൺ എക്സോസ്റ്റ് പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് കാർബൺ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. മധുര വൃന്ദാവൻ എന്ന് പറയുന്ന ഒരു പിൽഗ്രിമേജ് സെൻ്ററാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. ഡൽഹിൻ്റെ എയർ ക്വാളിറ്റി സിവിയറായിട്ട് തുടരുന്നതുകൊണ്ട് പ്രൈമറി സ്കൂൾ ഷട്ട് ഡൗൺ ആക്കിയിട്ടുള്ളത്. പ്രൈമറി സ്കൂൾ ഷട്ട് ഫ്രം ടുഡേ ആസ് എയർ ക്വാളിറ്റി സ്റ്റേസ് സിവിയർ. നമ്മൾ നവംബർ 8 വരെ ഓൺലൈൻ ക്ലാസ്സസ് പറഞ്ഞിരിക്കുകയാണ് ഡൽഹിയിൽ. എത്രമാത്രം സീരിയസ് കണ്ടീഷനാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഡൽഹിയുടെ അവസ്ഥയിൽ. എയർ ക്വാളിറ്റി വളരെ മോശമായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതിൽ വേറെ ന്യൂസും കൂടി ഈ പറയുന്ന ഇതുമായി കണക്റ്റഡ് ആയിട്ട് ഇന്നുണ്ട്. കണ്ടില്ലേ, നോ എമൗണ്ട് ഓഫ് എക്സ്പോഷർ ടു എയർ പൊല്യൂഷൻ ഇസ് സേഫ്, ബേബീസ് അറ്റ് റിസ്ക്, സേ ഡോക്ടേഴ്സ്. Not just Delhi hospitals in Indo-Gangetic plains seeing a rise in patients with pollution-related complaints. People advised to stay indoors for the next few days during peak air pollution levels. അത്രയധികം എയർ പൊല്യൂഷൻ ലെവൽസ് ആയതുകൊണ്ട് കുട്ടികൾക്ക് വളരെയധികം റിസ്ക് ഉള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞ എയർ പൊല്യൂഷനുമായിട്ട് എക്സ്പോഷർ എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നോ എമൗണ്ട് ഓഫ് എക്സ്പോഷർ ടു എയർ പൊല്യൂഷൻ ഇസ് സേഫ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒട്ടും എക്സ്പോഷർ പാടില്ല എന്നാണ് പറയുന്നത്. കൂടുതൽ പേരും ഇൻഡോർസിൽ തന്നെ നിൽക്കണമെന്നാണ് പറയുന്നത്. ഇൻഡോ-ഗാങ്റ്റിക് പ്ലെയിൻസ് എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ ബെൽറ്റിലെ എല്ലാ ഹോസ്പിറ്റൽസിലും പേഷ്യൻസ് കൂടി എന്നാണ് പറയുന്നത്. എന്തുമായി ബന്ധപ്പെട്ട്? പൊല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് അവരുടെ അസുഖങ്ങൾ കൂടിയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഉള്ളിൽ തന്നെ നിൽക്കണം എന്ന രീതിയിലാണ് പറയുന്നത്. വാർണിംഗ് ദാറ്റ് നോ എമൗണ്ട് ഓഫ് എക്സ്പോഷർ ടു എയർ പൊല്യൂഷൻ ഇസ് സേഫ് ആൻഡ് ദാറ്റ് എ ചൈൽഡ് ബോൺ ഇൻ ദ ഇൻഡോ-ഗാങ്റ്റിക് പ്ലെയിൻ ടുഡേ ഈസ് ടേക്കിംഗ് ഇൻ സ്മോക്ക് ഈക്വൽ ടു 20 to 25 സിഗരറ്റ്സ് എ ഡേ. 20 to 25 സിഗരറ്റ്സ് വലിക്കുന്നത് പോലെയാണ് ഒരു കുട്ടി ജനിച്ച് ഇൻഡോ-ഗാങ്റ്റിക് ഏരിയയിൽ ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഡോക്ടേഴ്സ് ഹാവ് അഡ്വൈസ് ദാറ്റ് ഇറ്റ് ഈസ് ബെസ്റ്റ് ടു സ്റ്റേ ഇൻഡോസ് ഫോർ ദ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഡ്യൂറിങ് പീക്ക് പൊല്യൂഷൻ ലെവൽസ്. പീക്ക് പൊല്യൂഷൻ ലെവൽസ് ഉള്ള സമയങ്ങളിൽ ഉള്ളിൽ തന്നെ ഇൻഡോർസിൽ തന്നെ കഴിയാനാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. റിമോട്ട് വോട്ടിംഗ്, ഷോർട്ടർ ടേം ഓവർസീസ് മൈഗ്രൻറ്റ് ഷുഡ് ബി ഏബിൾ ടു അവെയിൽ ദ പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എഡിറ്റോറിയൽ അനലൈസ് ചെയ്യുന്നത് പുറത്ത് ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയ ജോലികൾക്ക് പോയി ഒരു ഷോർട്ട് ടേം പീരീഡിന് രാജ്യത്തിന് പുറത്ത് പോയി ജോലി ചെയ്യുന്നവർക്ക് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം അവൈലബിൾ ആക്കണോ വേണ്ടയോ എന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അനലൈസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നോൺ റെസിഡൻസ് ആയിട്ട് ഇന്ത്യൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ എലക്ഷൻസ് മിസ്സാവരുത്, അവരുടെ മാൻഡേറ്റ്, ഈ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള മാൻഡേറ്റ് മിസ്സാവരുത് എന്ന രീതിയിലാണ് ഈ പറഞ്ഞ എഡിറ്റോറിയൽ അനാലിസിസ് മുമ്പോട്ട് പോകുന്നത്. ഇന്ത്യ ആസ് ദ ലാർജസ്റ്റ് ഡയസ്പോറ population with nearly 1.35 crore non-resident Indians spread across the globe. Many of them leave the country for short-term work and could miss out on exercising some of their rights, such as registering their vote. അപ്പോൾ ഒരുപാട് പേര് പുറത്ത് പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിൽ ചില ആൾക്കാർ ഷോർട്ട് ടേം ആയിട്ട് പോകുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ, ഇപ്പോൾ അവരുടെ അവകാശങ്ങൾ എക്സസൈസ് ചെയ്യാൻ പറ്റാതെ, ഇപ്പോൾ വോട്ട് രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞ അവകാശമാണ്, അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ പോകരുത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, 2014 ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇൻ 2014 എ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രോബ് മെത്തേഡ്സ് ടു എനേബിൾ ഓവർസീസ് വോട്ടേഴ്സ് മാൻഡേറ്റ്സ് കൺക്ലൂഡഡ് ദാറ്റ് ദ പ്രോക്സി വോട്ടിംഗ് വാസ് ദ മോസ്റ്റ് വയബിൾ ദോ സം പൊളിറ്റിക്കൽ പാർട്ടീസ് ഒബ്ജക്റ്റഡ് ദി ഐഡിയ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രോക്സി വോട്ടിംഗ്. എന്താ പ്രോക്സി വോട്ടിംഗ്? നമ്മൾ മറ്റൊരാളെ ഏർപ്പാടാക്കുക നമ്മുടെ വോട്ട് ചെയ്യണം. പ്രോക്സി വോട്ടിംഗ് ആണ് ഏറ്റവും വയബിൾ ആയിട്ടുള്ള മെത്തേഡെന്ന് 2014 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്മിറ്റി ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് അത് ആ ഐഡിയ റിജക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ബിൽ വാസ് പാസ്ഡ് ഇൻ ദ 16th ലോക്സഭ ടു എനേബിൾ ദിസ് ബട്ട് ലാപ്സ്ഡ് ഇൻ 2020. അപ്പോൾ ലോക്സഭയിൽ പാസ്സാക്കിയെങ്കിലും അത് ഈ ബില്ല് ലാപ്സ് ആയിപ്പോയി, ആക്റ്റ് ആയില്ല. അപ്പോൾ അടുത്ത മെഷർ എന്ന് പറയുന്നത് ഇൻ 2020 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അപ്രോച്ച് ദ ഗവൺമെൻറ് ടു പെർമിറ്റ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ടു വോട്ട് വയ പോസ്റ്റൽ ബാലറ്റ് സിമിലർ ടു സിസ്റ്റം ഓൾറെഡി യൂസ്ഡ് ബൈ സർവീസ് വോട്ടേഴ്സ്, ദാറ്റ് ഈസ് electronically transmitted postal ballot system which allowed registering their mandate on a downloaded ETPB, electronically
transmitted postal ballot system and sending it to the returning officer for the constituency. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം ഈ പറഞ്ഞ NRIസിന് കൊടുക്കാനുള്ള തീരുമാനമാണ്. അപ്പോൾ ഇത് കുറേയും കൂടെ നല്ല ഐഡിയ ആണെന്നാണ് പറഞ്ഞത്. കാരണം ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള പോസ്റ്റൽ ബാലറ്റിൽ നിന്ന് ഒരു ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഈ സാധനത്തിന് സെൻഡ് ചെയ്ത് സൈൻ ചെയ്ത് എന്താണോ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ റിട്ടേണിംഗ് ഓഫീസർക്ക് അയക്കലാണ് ഈ പറഞ്ഞ പരിപാടി. അപ്പോൾ ഇതിൽ കുറേയും കൂടെ കോൺസുലേറ്റിലെ ഓഫീഷ്യൽസിനും മറ്റവർക്കൊക്കെ കുറേയും കൂടെ കൂടുതൽ ജോലി ഭാരം കൂടുമെങ്കിലും കുറേയും കൂടെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്രെഡിബിൾ ആയിട്ടുള്ള കുറച്ചും കൂടെ സുതാര്യമായിട്ടുള്ള പ്രോസസ്സാണ്. കാരണം പ്രോക്സിയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരാളെ നമ്മുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ നിയോഗിക്കുന്നതിന് ആ ഒരു ഐഡിയ നോക്കുമ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണ് നല്ലത്? ഈ പറഞ്ഞ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ നമ്മുടെ വോട്ട് രേഖപ്പെടുത്തിയിട്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് അയക്കുന്നതാണ് കുറച്ചും കൂടെ നല്ല മെത്തേഡ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പ്രോക്സി വെക്കുന്നത് ഇതും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. അതിലേതാണ് നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇൻ 2014 ഡിസ്കഷൻ ഓർഗനൈസ്ഡ് ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സം പാർട്ടീസ് റേസ്ഡ് ദ ക്വസ്റ്റ്യൻ വെദർ NRIs വിൽ ഗെറ്റ് എ ബെനിഫിറ്റ് ഡിനൈഡ് ടു ഇന്റേണൽ മൈഗ്രന്റ് വർക്കേഴ്സ് ബട്ട് ദ ഹയർ കോസ്റ്റ് ഓഫ് ട്രാവൽ ബാക്ക് ടു ഇന്ത്യ ആസ് ഓപ്പോസ് ടു ട്രാവലിംഗ് വിത്തിൻ ഈസ് എ വാലിഡ് റീസൺ ഫോർ അലോയിങ് NRIs ദ പാർഷ്യലി ഇലക്ട്രോണിക് പോസ്റ്റൽ ബാലറ്റിംഗ് ഫെസിലിറ്റി. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, 2014 ഡിസ്കഷൻ ആ സമയത്ത് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു നോൺ റെസിഡൻറ്റ് ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ, ഈ പറഞ്ഞ പോസ്റ്റൽ ബാലറ്റ് കൊടുക്കുമ്പോൾ ഇൻറ്റേർണൽ മൈഗ്രൻസ് ഉണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശ് അസംബ്ലി ഇലക്ഷൻ ഇവർക്ക് മത്സരിക്കുന്ന സമയത്ത് ഇവർക്ക് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം ഇല്ല. മത്സരിക്കുന്നതല്ല, ഈ പറഞ്ഞ ഉത്തർപ്രദേശിലൊരു അസംബ്ലി ഇലക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഉത്തർപ്രദേശിലുള്ള ഒരാൾ ഇവിടെ കേരളത്തിൽ മൈഗ്രൻ്റ് ജോലിക്കാരനായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പോകണമെങ്കിൽ എന്താണ്, ഈ പറഞ്ഞ പോസ്റ്റൽ ബാലറ്റ് സൗകര്യം ഉണ്ടോ? കാരണം അയാളുടെ ജോലി കേരളത്തിലും അയാളുടെ റെസിഡൻസി ഉത്തർപ്രദേശിലുമാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് എക്സ്ട്രാ അലവൻസ് കൊടുക്കുന്നത് പോലെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അവർ പറയുന്നത് ട്രാവലിംഗ് വിത്തിൻ ഇന്ത്യയും ട്രാവലിംഗ് ഔട്ട് ഓഫ് ഇന്ത്യയും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് NRIസിന് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് എന്ന രീതിയിലാണ് ഈ പറഞ്ഞ NRI പോപ്പുലേഷൻ ഈ പറഞ്ഞ പോസ്റ്റൽ ബാലറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ജസ്റ്റിഫിക്കേഷൻ. അപ്പോൾ വേറൊരു ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ, the more important question is to be tackled while extending facility to voting to overseas Indians is whether the longer term migrants should also be allowed to register the mandate. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് വർഷമായിട്ട് പുറത്തുള്ളവരെ കുറിച്ചല്ല ഇപ്പോൾ ഇത്രയും തന്നെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്നൊരു ആവശ്യത്തിന് പുറത്തു പോകും, ചെറിയ ജോലികൾ ചെയ്യും, തിരിച്ചു വരികയൊക്കെ ചെയ്യുന്ന ഷോർട്ട് ടേം മൈഗ്രൻ്റ് ലേബറേഴ്സ് ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ NRIs, മൈഗ്രൻ്റ് ലേബറേഴ്സ് അല്ല, ഷോർട്ട് ടേം NRIs നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനെ കുറിച്ച് ആണ് പറഞ്ഞത്. അവർക്ക് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് ലോങ്ങർ ടേം ഒരുപാട് വർഷമായിട്ട് അവിടെ നിൽക്കുന്ന നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് ഈ പറഞ്ഞ ഫെസിലിറ്റി കൊടുക്കണോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ NRIs എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂട്ടേഴ്സാണ് ഗ്രോത്തിൻ്റെ. അപ്പോൾ അവർക്കും ഈ പറഞ്ഞ മാൻഡേറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നാണ് പറയുന്നിരിക്കുന്നത്. അപ്പോൾ 1.35 crore നോൺ റെസിഡൻസ് ഇന്ത്യയിലുള്ളത് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് പുറത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട്. അവർ ഇന്ത്യയുടെ GDPക്കും അതുപോലെ തന്നെ എക്കോണമിക്കും വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ റൈറ്റ്സ് എക്സസൈസ് ചെയ്യപ്പെടണം. അതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അനലൈസ് ചെയ്യുന്നത്. ഇന്ന് വേറൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ട്വിറ്റർ ഇന്ത്യ സീസ് മേജർ ലേ ഓഫ്, മസ്ക് ഫയർസ് 250 സ്റ്റാഫ്. നമുക്കറിയാം ഇലോൺ മസ്ക് സ്പേസ് എക്സിൻ്റെ അതുപോലെ തന്നെ ടെസ്ലൻ്റെ ഒക്കെ ഫൗണ്ടറാണ്. പുള്ളിയാണ് ഇപ്പോൾ ഈ ട്വിറ്റർ ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതിൽ 250 സ്റ്റാഫിനെ പുള്ളി ഒഴിവാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്വിറ്റർ ഇന്ത്യ ടീം ഹാസ് ബീൻ സിഗ്നിഫിക്കൻ്റ്ലി impacted by the global layoff at the social networking platform, with the majority of the about 250 member team being fired a week after Elon Musk acquired the company for $44 billion according to the sources. അപ്പോൾ 250 പേരെ പുറത്താക്കി എന്നുള്ള ന്യൂസ് പറയുന്നു. ഒരാഴ്ചയായിട്ടുള്ള ഇലോൺ മസ്ക് ഈ പറഞ്ഞ ട്വിറ്റർ എന്ന് പറഞ്ഞ സ്ഥാപനം ഏറ്റെടുത്തിട്ട് the layoff have impacted all business verticals in India, including marketing, communication and partnerships. While exact number is not known, at least 50 to 60% of the staff has been let to go. 50 to 60% ആൾക്കാരെ പുറത്താക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് പൊതുവേ ഈ പറഞ്ഞ ഇലോൺ മസ്കിനെ കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. പുള്ളി വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രിൻസിപ്പിൾസ് ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 250 പേരെ പുറത്താക്കിയാൽ അതിശയില്ല. കാരണം പുള്ളി എപ്പോഴും ഹയസ്റ്റ് ഓഫ് എഫിക്കസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണെന്ന് പല സോഴ്സസും പറയാറുണ്ട്.
ഈ ഡൽഹിയിലെ എയർ പൊല്യൂഷൻ്റെ കാരണമായിട്ട് കെജ്രിവാൾ പറയുന്നത് സ്റ്റബിൾ ബേണിംഗ് ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ എന്താ പറയുക, നമ്മൾ കത്തിക്കുന്നത് അഗ്രികൾച്ചർ ഫാം വേസ്റ്റൊക്കെ കത്തിക്കുന്നത്, അതുണ്ടാക്കുന്ന എക്സോസ്റ്റ് എന്താണ്, ഈ പറഞ്ഞ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരു എയറിന്, മൂവ് ചെയ്യാത്ത എയറിനെ ഭയങ്കരമായിട്ട് പൊല്യൂട്ട് ചെയ്യും. അപ്പോൾ അതാണ് ഈ പറഞ്ഞ കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചാബ്സ് AAP ആം ആദ്മി പാർട്ടി ഗവൺമെൻറ് will find solution by next November, says Delhi Chief Minister. Punjab Agriculture Department claims biocomposter is not cost effective. അപ്പോൾ പല സൊല്യൂഷൻ നോക്കുന്നുണ്ട്, അടുത്ത നവംബർ ആകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പരിഹരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റബിൾ ബേണിംഗ് അടക്കമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസസ് അവർ ഈ പറയുന്ന കോസസൊക്കെ അഡ്രസ്സ് ചെയ്യുമെന്നാണ് കെജ്രിവാൾ പറയുന്നത്. അടുത്തൊരു ബിസിനസ് ന്യൂസാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഉക്രൈൻ റഷ്യ വാറുണ്ട്, അതുപോലെ തന്നെ മറ്റ് എനർജി ക്രൈസിസ് ഉണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്, അങ്ങനെ ഗ്ലോബൽ എക്കോണമിയെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ്, ഗ്ലോബൽ ടെർമോയിലിൻ്റെ അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ എഫക്റ്റ് നമുക്ക് മനസ്സിലാവുന്ന ഇങ്ങനെയുള്ള ന്യൂസുകളിൽ നിന്നാണ്. ഇൻഡിഗോ Q2 റിസൾട്ട്, Q2 റിസൾട്ട് സെപ്റ്റംബർ 30 എൻഡ് ചെയ്ത Q2 റിസൾട്ട് പറഞ്ഞിരിക്കുകയാണ്, ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. നെറ്റ് ലോസ് വൈഡൻസ് ടു 1583 crore, 1583 കോടി നഷ്ടത്തിലാണെന്നാണ് പറയുന്നത് ഇൻഡിഗോ എയർലൈൻസ്. എന്താണ് കാരണം? ഓൺ ഫ്യൂവൽ കോസ്റ്റ് റുപ്പി, കാരണം റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്തത് കണ്ടിട്ടില്ലേ, അതായത് ഇൻഫ്ലേഷൻ കൂടി, അതുപോലെ തന്നെ ഫ്യൂവൽ കോസ്റ്റ്, ഉക്രൈൻ റഷ്യ വാറൊക്കെ നടന്ന സമയത്ത് ഓയിൽ ഇമ്പോർട്ട്, ഓയിലിൻ്റെ പൈസയുടെ റൈസൊക്കെ കൊണ്ട് എന്താണ് ഫ്യൂവൽ കോസ്റ്റ് കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറഞ്ഞ ലോസ് ഇന്നെവിറ്റബിൾ, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ലോസ് എമൗണ്ട് ഡിസ്പൈറ്റ് ഗ്രോത്ത് ഇൻ ഡിമാൻഡ് ആൻഡ് ഹയർ എയർഫെയർസ്, നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ഫോളോഡ് ബൈ ബഡ്ജറ്റ് കാരിയർ ക്ലൈം 76%, ഏർണിംഗ്സ് പെർ ഈച്ച് പാസഞ്ചർ മൈൽ റൈസ് 21%, ഫ്യൂവൽ കോസ്റ്റ് soar 87%. Budget carrier Indigo's loss widened to 1583 crore in the quarter ended September as rising fuel cost and depreciating rupee impacts margin, negating gains from robust growth in passenger demand as well as higher airfares. അപ്പോൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോസസ് ഉണ്ട്, ഗ്ലോബലായിട്ടുള്ള ഈ പറഞ്ഞ COVID-19 പാൻഡമിക്കിന് ശേഷമുള്ള റിവൈവൽ നടന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടി ഈ പറഞ്ഞ ഓയിൽ പ്രൈസസ് കൂടി, അതുപോലെ തന്നെ റുപ്പി ഡിപ്രിസിയേഷൻ, ഡോളർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് റുപ്പിയുടെ വാല്യൂ കുറഞ്ഞു, ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇതിന് കാരണമായി എന്നാണ് പറയപ്പെടുന്നത്. സ്പോർട്സ് ന്യൂസാണ്. ഇന്ത്യ ഓൺ കോസ്റ്റ് ടു സെയിൽ ഇൻ ടു സെമിഫൈനൽസ് ആസ് ട്വിസ്റ്റ് ഇൻ ദ ടെയിൽ ലുക്സ് അൺലൈക്ലി. സിംബാബ്വെക്കെതിരെയുള്ള ലാസ്റ്റ് മത്സരം സൺഡേ നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും എന്താണ്, ഇന്ത്യയുടെ സെമിഫൈനൽ സ്പോട്ട് ഏകദേശം ഫിക്സ്ഡ് ആണെന്ന് ന്യൂസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഹാങ്സ് ഓൺ ദ ഫേസ് ഓഫ് റഷീദ് വാലി ആൻഡ് എഫേർട്ട് ബ്ലാക്ക് ക്യാപ്സ് ഫസ്റ്റ് ടു ക്വാളിഫൈ. ആദ്യമായിട്ട് ക്വാളിഫൈ ചെയ്യുന്ന 2020 വേൾഡ് കപ്പ് 2022 ക്രിക്കറ്റിലെ മെൻസ് ക്രിക്കറ്റിൽ ആദ്യമായിട്ട് ഗ്രൂപ്പ് 1 ക്വാളിഫൈ ചെയ്യുന്നത് ന്യൂസിലൻഡാണ് സെമിഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്. 5 കളിയിൽ 3 ജയങ്ങളുമായിട്ടാണ് ന്യൂസിലൻഡ് ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടേക്ക് കെയർ, ബൈ, സീ യു.